first state to attain literacy. So I believe that should reflect in digital literacy also. And it should start from the root level, like village. Yeah, I agree. And our younger generation is already digitally literate. Am I correct? Are you guys all digitally literate? I can't hear. Yes, we are all digitally literate, right? Then what is the difficulty? What is the challenge? Actually, I believe the challenge lies with elder generation. Especially when we go to villages, we can find, especially ladies, who go for daily wage jobs like industry. They are not even able to understand what digital literacy is. They don't know how to use mobile. If we can make them digitally literate, that would be a great thing. So, would you believe there is a person who had this vision, and with the help of likely-minded people, she did an amazing job? Do you believe? Wow, if there is a person like that, that is very exciting. I am very excited to meet such a person. So here we have Sajana Satar, Block Division Officer, who made a remote village, Pullambara in Trivandrum, digitally literate. That sounds incredible. It's amazing how she empowered her village through technology. We welcome you, ma'am, on stage to deliver Flash Talk 2 of IC at EXIT 2023. She is now working as Assistant Director, LSTD Department. Welcome, ma'am. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്നെ ഒരു ഗ്രാൻഡ് ഇൻട്രൊഡക്ഷൻ ഇവിടെ ICT അക്കാഡമിയുടെ ഭാഗത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനെ റെപ്രസെൻറ്റ് ചെയ്താണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ഞാൻ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത തൊട്ടടുത്ത ബ്ലോക്കിലാണ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത്. അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2021 എല്ലാവർക്കും അറിയാം, അതെന്തായിരുന്നു, നമ്മൾ വലിയൊരു ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോയതാണ്, അതായത് കോവിഡ് സിറ്റുവേഷൻ. അപ്പോൾ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് നമ്മുടെ തൊട്ടടുത്ത് ATMൻ്റെ വാതിൽക്കൽ ഒരു നീണ്ട ക്യൂ കാണാറുണ്ട്. അപ്പം ആ നീണ്ട ക്യൂവിൻ്റെ പ്രത്യേകത എബോ 60 years ഉള്ള ലേഡീസിൻ്റെ ക്യൂ ആണ് കാണുന്നത്. അപ്പോൾ അവരെന്തിനായിരിക്കും ATMൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്? പൈസ എടുക്കാനാണ്? അല്ല, ഇവർ വരുന്നത് എന്തിനാണ്? ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 300 രൂപ ഓട്ടോ മുടക്കി തൊഴിലുറപ്പിന് കിട്ടുന്ന വേജസ്, അതായത് 333 രൂപയാണ് ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ വേജസ്, 1 day വേജ്. അത് തങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ആ ATMൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്. നമ്മൾ ആരെങ്കിലും ATMൻ്റെ വാതിൽക്കൽ പോകാറുണ്ടോ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാനായിട്ട്? ആരും പോകാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ എനിക്കറിയാം ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യം അവരിലേക്ക് എങ്ങനെ എത്തിക്കും, അതിനെക്കുറിച്ചായ ചിന്ത. അതിൽ നിന്ന് തുടങ്ങിയാണ് ഇന്നിപ്പോൾ ഡിജി പുല്ലമ്പാറയിലേക്ക് എത്തിയതും ഡിജി പുല്ലമ്പാറയിൽ നിന്ന് ഡിജി കേരളത്തിലേക്ക് മാറി. അപ്പം ആ പോയ യാത്ര, ഡിജി യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, പ്രസന്റേഷൻ. ഓക്കെ, ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ നേരത്തെ തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു നമ്മളുടെ ലിറ്ററസി. ഇപ്പോൾ കേരളം ലിറ്ററസിയുടെ കാര്യത്തിൽ എപ്പോഴും മുന്നിലാണ്, എഴുതാനും വായിക്കാനും അറിയുക. അപ്പോൾ അന്ന് സാക്ഷരതയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആൾക്കാർ വലിയ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ ഇന്നതുപോലെ ഇന്ന ആളിനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച്. അതുപോലെ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർക്ക്, ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുറേ കുട്ടികൾക്ക് പറയാൻ പറ്റും, ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പറയേണ്ട കാര്യമില്ല ഡിജിറ്റൽ ലിറ്ററസി എന്താണെന്നുള്ളത്. ഒരു ഡിജിറ്റൽ ഡിവൈസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ, ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസിക്ക് ഒരു വൈഡ് ഡെഫിനിഷൻ തന്നെയുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സെഷൻസ് കണ്ടു. അപ്പോൾ അതിൽ തന്നെയും ഡിജിറ്റൽ ലിറ്ററസിയുടെ ഡെഫിനിഷൻ അങ്ങ് വൈഡായിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ. ഇപ്പം നീഡ് ഫോർ ഡിജിറ്റൽ ലിറ്ററസി എന്താണെന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഗതി തന്നെയാണ്. അതിനെ കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു പോകും. ഇപ്പോൾ പുല്ലമ്പാറ കോണ്ടെക്സ്റ്റ്, അതായത് ഇങ്ങനെ ഒരു ആശയം തോന്നിയപ്പോൾ ഏത് പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് എന്തുകൊണ്ട് സ്വന്തം പഞ്ചായത്തിൽ ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ വേറെ എങ്ങും പോണ്ട, സ്വന്തം പഞ്ചായത്തിലുള്ള ആൾക്കാരെ ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കുക. സോ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഈ ഒരു ഐഡിയ ഡിസ്കസ് ചെയ്യുകയും പുല്ലമ്പാറ പഞ്ചായത്തിലേക്ക് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുല്ലമ്പാറ പഞ്ചായത്തിൻ്റെ ഡെമോഗ്രഫിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മൊത്തം 15 വാർഡാണുള്ളത്. ഏറെക്കുറെ 22,000-ഓളം ആൾക്കാരുള്ള ഒരു പോപ്പുലേഷനാണ് അവിടെ ഉള്ളത്. ഫീമെയിൽ പോപ്പുലേഷൻ വന്നിട്ട് 11,722 പേരും, മെയിൽസ് 10,730 പേരും. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സർവേയിലേക്ക് പോയപ്പോൾ 22,173 പേരെ നമ്മൾ സർവേ ചെയ്തു. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഫീമെയിലും മെയിലും ഒക്കെ സർവേ ചെയ്തു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയത് 3,300 പേരെയാണ് ഇതിൻ്റെ ട്രെയിനീസായിട്ട് വന്നത്. അതായത് ആകെ നമുക്ക് മൊത്തം 3,900-ഓളം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് പേർക്ക് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പകരം 3,300 പേർക്ക് നമ്മൾ ഡിജിറ്റൽ ലിറ്ററസിയുടെ ട്രെയിനിങ് കൊടുത്തു. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, നമ്മളിന്നിപ്പോൾ എപ്പോഴും വുമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വനിതകളാണ് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ സാധാരണ ജനങ്ങളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. സോ നമ്മളുടെ ഡിജിറ്റൽ ലിറ്ററസി പെർസെൻറ്റേജ് എല്ലാ പഞ്ചായത്തും എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി നമ്മൾ എവിടെയും കാണില്ല. നമ്മളുടെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് എടുക്കുമ്പോൾ അവർക്കൊരു ഡിജിറ്റൽ ലിറ്ററസി പെർസെൻറ്റേജ് കാണിക്കാൻ അവിടെ ഉണ്ട്. നമ്മളുടെ പെർസെൻറ്റേജ് ഇപ്പോൾ എത്രയായി? 96.18 ആണ് നമ്മളുടെ പുല്ലമ്പാറയുടെ ഡിജിറ്റൽ ലിറ്ററസിയുടെ പെർസെൻറ്റേജ്. ഇതിനൊരു ടീം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്. നമുക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടുത്തെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് PV രാജേഷ്. അതുപോലെ ഡോക്ടർ ജോയ് വർഗീസ്, അദ്ദേഹം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ NSSൻ്റെ കോർഡിനേറ്ററാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവും. അതുപോലെ ഷംനാഥ് പുല്ലമ്പാറ, അദ്ദേഹമാണ് ഈ വാർഡിലെ പ്രോഗ്രാംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും കുട്ടികളെ കൊണ്ടുപോകുന്നതും അവരെ തിരിച്ച് അവരുടെ കോളേജിലേക്ക് എത്തിക്കുന്നതും അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോർഡിനേഷനിലാണ് ഈ പ്രോഗ്രാം പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. കോർ ടീമിൽ ടീം ലീഡ് ചെയ്തത് ഞാൻ തന്നെയാണ്. എനിക്കൊപ്പം വർക്ക് ചെയ്തിരുന്ന അന്ന് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിട്ടുള്ള സാനോസ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ KS ഓഫീസറാണ്. അതുപോലെ തിരുവനന്തപുരം ജില്ലാ എഞ്ചിനീയർ, തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ എഞ്ചിനീയർ ഇതിൻ്റെ പാർട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡിജിറ്റൽ ലിറ്ററസിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട് ഇപ്പോൾ പബ്ലിക് പാർട്ടിസിപ്പേഷനാണ് വേണ്ടത്. അതായത് എല്ലാ തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അവിടെ ഒരു പൊളിറ്റിക്സോ ഒരു റിലിജിയനോ ഒരു കാസ്റ്റോ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമല്ല. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ. സോ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിലേക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഐഡൻറ്റിഫൈങ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിനകത്ത് പാർട്ട്നേഴ്സായിട്ട് ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? നമ്മളിതൊരു ഡിജിറ്റൽ സർവേ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇവാലുവേഷൻ ഒക്കെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാം ഡിജിറ്റലായിട്ട് പോകണം. സോ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അത് ഒരു സ്റ്റാർട്ടപ്പ് ഫ്രീ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നതാണ്. സോ അവരിതിൻ്റെ ഒരു പാർട്ട്ണറാണ്. NSS ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ്. ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇതിൻ്റെ പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമായി ഇനി നമ്മൾ നേരെ ഡിജിറ്റൽ സർവേയിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ഡിജിറ്റൽ സർവേ നടത്തിയത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള താല്പര്യമുള്ള വോളണ്ടിയേഴ്സാണ് ഡിജിറ്റൽ സർവേ നടത്തിയത്. എന്തിനാണ് നമ്മൾ ഡിജിറ്റൽ സർവേ നടത്തുന്നത്? ഇവരെ കാറ്റഗറൈസ് ചെയ്യാൻ, എത്ര പേർക്ക് ഡിജിറ്റൽ ലിറ്ററസി, എത്രത്തോളം പേർക്ക് ഡിജിറ്റലി അവയർനെസ് ഉണ്ടെന്നറിയാനും ഇല്ലാത്തവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സർവേയിലേക്ക് പോയത്. അതിനുശേഷം നേരത്തെ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറഞ്ഞതുപോലെ ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി. അവിടെ അവരെ നമ്മൾ ഇല്ലിട്രേറ്റ് എന്ന് നമ്മൾ പറയാതെ നമ്മൾ പഠിതാക്കൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അവരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു.
ഓക്കെ, ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്കറിയണമല്ലോ, വേണ്ടേ? നമ്മളൊരു പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്നു, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, അവിടെ എക്സാം വേണമല്ലോ. അപ്പോൾ ഇവർക്കൊരു ഇവാലുവേഷൻ കൂടെ ഞങ്ങൾ കൊടുത്തു, ഇവർ എത്രത്തോളം കവർ ചെയ്തു എന്നറിയാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇവാലുവേഷനും കൂടെ ചെയ്തു. ഈ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞങ്ങളൊരു ഗൂഗിൾ ഷീറ്റിൽ തുടങ്ങി. ഒരു സംശയം വന്നപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനോട് ചോദിച്ച് ഒരു പേജിൽ നിന്ന് ഒരു പേജിലേക്ക് എങ്ങനെ പോകും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ തന്നെ ഇത് നിങ്ങൾക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് തരാം. സോ അതൊരു മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത്. സോ ഇതിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റാസ് എല്ലാം നമ്മളുടെ പഞ്ചായത്തിൻ്റെ സെർവറിലേക്കാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഞ്ചായത്ത് ലെവലിൽ കുറേ കമ്മിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ വാർഡ് തലമാണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തത്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വാർഡാണ് ബേസ് യൂണിറ്റ്. ഇവിടെ ഇരിക്കുന്നവർക്ക് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയില്ല. വാർഡാണ് ഏറ്റവും ബേസ് യൂണിറ്റ്. അവിടെ ഒരു വാർഡ് മെമ്പർ ഉണ്ടായിരിക്കും. ആ വാർഡ് മെമ്പറും പിന്നെ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ അതിനെ കൺവീൻ ചെയ്യാനായിട്ട് ആ വാർഡിൽ നടക്കുന്ന പ്രോസസ്സ് ഇവർ രണ്ടുപേരും കൂടെയാണ് അവിടെ മോണിറ്റർ ചെയ്ത് പോകുന്നത്. സോ നമ്മൾ സർവേയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ സർവേയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വോളണ്ടിയേഴ്സ് വേണം. അപ്പോൾ അന്ന് കോവിഡ് സിറ്റുവേഷൻ ആയിരുന്നു, വോളണ്ടിയേഴ്സിനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു വാട്സപ്പ് ചാലഞ്ച് കൊടുത്തു, നിങ്ങൾക്ക് ട്രെയിനർ ആകാൻ താല്പര്യമുണ്ടോ? ഇതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, താല്പര്യമുള്ളവർ വരിക. കോവിഡ് സിറ്റുവേഷൻ ആയിരുന്നു, നമുക്ക് അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു. എല്ലാവരും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാടധികം കുട്ടികൾ ഇതിലേക്കായിട്ട് വന്നു. അപ്പം ഞങ്ങൾ ഒരു വാർഡിൽ 15 പേരെ ഉദ്ദേശിച്ചുള്ളൂ, അതിനേക്കാളും കൂടുതൽ പേരെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഇവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുത്തുകൊണ്ട് എങ്ങനെ സർവേ നടത്താം. അപ്പോൾ സർവേക്ക് ഒരു ക്വസ്റ്റ്യനർ ഉണ്ടാവുമല്ലോ. ഇവരെ ഇല്ലിറ്ററേറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനറാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അതായത് സിമ്പിളാണ്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ, അതായത് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഫോൺ വിളിക്കാൻ അറിയുന്ന ഒരാൾ ഡിജിറ്റലി ലിറ്ററേറ്റ് ആണെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ വാട്സപ്പ്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ യൂസ് ചെയ്യാൻ അറിയുന്നവരെ മാത്രം നമ്മൾ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ട് കണക്കാക്കി, ബാക്കിയുള്ളവരെ എല്ലാം നമ്മൾ ഡിജിറ്റലി ഇല്ലിറ്ററേറ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈ സർവേ നമ്മൾ നടത്തിയത് ലോക്കൽ വോളണ്ടിയേഴ്സ്, അതായത് ആ വാർഡിൽ തന്നെയുള്ള കുട്ടികളെ വെച്ചിട്ടും ഈ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ വെച്ചിട്ടുമാണ് നമ്മൾ സർവേ പൂർത്തീകരിച്ചത് 15 വാർഡിൽ. നെക്സ്റ്റ്, ഇത് വാർഡ് ലെവലിലെ മീറ്റിംഗ്സ് ആണ്. നമ്മൾ വാർഡ് ഇനാഗുറേഷൻ ആണ് നേരത്തെ കാണിച്ചത്. ഇത് ആ വോളണ്ടിയേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്സും മറ്റു കാര്യങ്ങളുമാണ്. ബഹുമാനപ്പെട്ട MLA DK മുരളിയാണ് ഒരു വാലുപാറ കോളനിയിൽ ഓഗസ്റ്റ് 15, 2021 ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ലോക്കൽ വോളണ്ടിയേഴ്സ് സർവേ നടത്തുന്നതാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ്, സർവേക്ക് ശേഷം നമ്മൾ കണ്ടെത്തിയത്, അതായത് ഇതിനൊരു പ്രായം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ പറയുന്നത് 14 to 60 years ഓഫ് ഏജ് ആണ്. അതും ഒരു വീട്ടിൽ ഒരാൾക്ക് ലിറ്ററസി എന്നുള്ള നിലയ്ക്ക്. പക്ഷെ നമ്മുടെ പഞ്ചായത്ത് തീരുമാനമെടുത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സെന്ന് പറയുന്നത് ഒരു ഏജ് അല്ല. സോ 65 വയസ്സിലേക്ക് പോകണം എന്നുള്ളത് കമ്മിറ്റിയുടെ ഡിസിഷനായിരുന്നു. സോ 14 to 65 years നമ്മൾ എടുത്തു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇവരെ മാത്രമല്ല നമ്മൾ പഠിപ്പിച്ചത്, 65 എബോ ഉള്ള ആൾക്കാരെ നമ്മൾ പഠിപ്പിച്ചു. പക്ഷേ പരീക്ഷ ആർക്ക് മാത്രമേ ഉള്ളൂ? 14 to 65 yearsന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവിടെ കാണുന്നത്. 3917 പേരെയാണ് ഡിജിറ്റലി ഇല്ലിറ്ററേറ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ സർവേ കഴിഞ്ഞ് അടുത്ത നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. സർവേ ചെയ്ത് ഇതെല്ലാം വെച്ചു എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, ഏത് മൊഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം നമ്മുടെ മുന്നിലുള്ളത് നാഷണൽ ഡിജിറ്റൽ ലിറ്ററസി മിഷൻ്റെ
അതൊരു വോളണ്ടറി വർക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ അല്ലാതെ നിന്നുള്ള പ്രവർത്തനം ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇതിൽ ട്രെയിനിങ് കൊടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. CDS മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം? കുടുംബശ്രീയുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ വരുന്ന ആളാണ് CDS മെമ്പർ. ഓക്കെ, ആ കുടുംബശ്രീ സംവിധാനത്തിനെ കൂടെ ചലിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ താഴെ തട്ടിലേക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഇതിനൊരു പേരിട്ട് ഈ വിദ്യാരംഭം. അപ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അന്ന് കളക്ടറായിരുന്ന നവജോത് ഖോസ മാഡമാണ് ഇത് നമ്മുടെ ഈ വിദ്യാരംഭം ആരംഭിച്ചത്. മാഡം വെറുതെ ഡിക്ലെയർ ചെയ്ത് മാത്രമല്ല, ഈ വിദ്യാരംഭം കൊടുക്കുക മാത്രമല്ല, ഒരാളെ പഠിപ്പിച്ചുകൊണ്ടാണ് മാഡം പിന്നെ ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത്. ഇനി എന്താണ് നമ്മുടെ മൊഡ്യൂൾസിലുള്ള കണ്ടന്റ് എന്ന് അറിയണ്ടേ? അപ്പം നമുക്ക് ഓരോ മൊഡ്യൂൾസായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്മാർട്ട് ഫോൺ എങ്ങനെയാണ് അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് എന്ന് നമുക്കറിയണം. ഫോൺ ഓണാക്കാനും ഓഫാക്കാനും അറിയണം. കോൾസ് റിസീവ് ചെയ്യാൻ അറിയണം. ക്യാമറ യൂസ് ചെയ്യാൻ അറിയണം. മെസ്സേജ്, ഒരു പുതിയ ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് ഇപ്പോൾ വാട്സപ്പാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോമൺ മാനിനെ സംബന്ധിച്ചുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ലെവലിൽ നിന്ന് ഒരിക്കലും ഇതിൽ ചിന്തിക്കാൻ പാടില്ല. അതാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നത് വേറെ എന്തെങ്കിലും യൂട്യൂബിൽ ചെറിയ പാചകത്തിൻ്റെതോ അല്ലെങ്കിൽ ഒരു നാടകമോ ഒക്കെ കാണാനായിരിക്കും അവർക്ക് ആഗ്രഹം. ആ ഒരു ലെവലിൽ നിന്നിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അടുത്തത് സെക്കൻഡ് മൊഡ്യൂളിൽ വരുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ആപ്സിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ വാട്സപ്പിൽ എങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, വോയിസ് മെസ്സേജ് അയക്കാം, വീഡിയോ കോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ. നെക്സ്റ്റ് തേർഡ് വരുമ്പോൾ യൂട്യൂബ്, ഗൂഗിൾ സെർച്ച്, PSC. ഈ PSC എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏജ് ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ PSC വെബ്സൈറ്റിലേക്ക് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ പേ. ഈ പേയ്മെൻറ്റ് ആപ്സ് എല്ലാം നമ്മൾ ആവശ്യമുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതൊരു സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഡിജി പുല്ലമ്പാറയ്ക്ക് ഒരു സെക്കൻഡ് ഫേസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ഫേസിൽ നമ്മൾ ലിറ്ററസി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ഹാൻഡ് ബുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുക മാത്രമല്ല, രണ്ടുപേരും തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ ഹോം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു ഇന്ദ്രൻസിന് എങ്ങനെയാണ് ഡിജിറ്റലി ലിറ്ററേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് ബുക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റിന് ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടായിരുന്നു, സുരാജ് വെഞ്ഞാറമൂട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സിനിമയുണ്ട് ആൻഡ്രോയിഡ് കുറ്റപ്പൻ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഫീൽഡ് തലത്തിൽ നമ്മൾ അത്തരത്തിലേക്ക് പോയിട്ടാണ് ഇത് അവരിലേക്ക് എത്തിച്ചത്. അതായത് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചത്. ഓരോരുത്തരുടെ അടുത്തും ഇപ്പം 65 years ആയിട്ടുള്ള ഒരു ലേഡിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയും, എനിക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനിയിപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ തൊഴിലുറപ്പ് ജോലിയോ മറ്റെന്തെങ്കിലും ജോലിയോ ചെയ്ത് ഞാൻ ജീവിച്ചോളാം. അപ്പോൾ നോർമൽ ഒരാൾ അവരെ പോയി പഠിപ്പിക്കുക, ഒരു കുട്ടി അവരെ പോയി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി വിചാരിക്കും അവർക്ക് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. ആ ഒരു ട്രെയിനിങ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പിന്നെന്താണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്
ഓക്കെ, രണ്ടാമത്തെ ചാലഞ്ചാണ് ഏറ്റവും വലിയ ചാലഞ്ച്, ഷോർട്ടേജ് ഓഫ് ഫണ്ട്. അത് നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ നമ്മൾ കണ്ടെത്തി നമ്മളവിടെ കാര്യങ്ങളില്ല. അതായത് ഈ കുട്ടികളുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും അവരുടെ ഫുഡും മറ്റ് എക്സ്പെൻസും ആണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, നെറ്റ്വർക്ക് ഇഷ്യൂസ്. നിങ്ങൾ ആലോചിക്കണം, 15 വാർഡിൽ 6 വാർഡിൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ല. സോ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ജിയോ കോർഡിനേറ്റർ ഞങ്ങൾ തന്നെ ക്യാപ്ചർ ചെയ്ത് കൊടുത്തു. എന്നിട്ടും നമുക്ക് കിട്ടിയില്ല. വിവിധ ലെവലിൽ മീറ്റിംഗ്സ് എല്ലാം നടന്നു. പക്ഷേ ഇതിലൊരു MP ഇൻവോൾവ്മെൻറ്റ് വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ 6 വാർഡിലും നെറ്റ്വർക്ക് കവറേജ് കിട്ടി. ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിൽ ഒരു ടവറിൻ്റെ ഇനാഗ്രേഷൻ നടന്നത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലാണ്. MLA ആണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ജോൺ MP-യുടെ കാര്യം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യാണ്, ജോൺ ബ്രിട്ടാസ്. അദ്ദേഹമാണ് ഈ പ്രോജക്റ്റിന് വേണ്ടുന്ന ഈ നെറ്റ്വർക്ക് ടവർ നമുക്ക് അവിടെ എത്തിച്ച് തന്നു. നെക്സ്റ്റ്, ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നെക്സ്റ്റ്, ഈ കോളേജസിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തു. നെക്സ്റ്റ്, ഇതൊരു വീഡിയോ ആണ്. ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുമോ? ഓക്കെ. ഞാനത് പറയാത്ത വീഡിയോ അവിടെ കൃത്യമായിട്ട് പ്ലേ ആവുന്നില്ല. സോ നമ്മളുടെ ഇവാലുവേഷൻ പ്രോസസ്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സർവേ ട്രെയിനിങ് എടുത്ത കുട്ടികളെല്ലാം ഇവാലുവേറ്റ് ചെയ്തത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന മറ്റൊരു കോളേജാണ് ഇതിലേക്ക് ഇവാലുവേഷനിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കടന്നു വന്ന കോളേജസിൻ്റെ പേര് ഞാനത് മെൻഷൻ ചെയ്യാം. മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഈര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, രാജധാനി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് അങ്ങനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 22-ന് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി അവർ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. ഓക്കെ, അതോടുകൂടി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് അങ്ങ് സ്റ്റാറായി. ഡിഫറെൻറ്റ് അടുത്തുള്ള അയൽപക്കത്തുള്ള സ്റ്റേറ്റിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് നമ്മളുടെ പ്രോജക്റ്റ് എന്താണ് എന്നുള്ളത് പഠിക്കുന്നതിലേക്കായിട്ട് അവിടെ വരികയും അത് മനസ്സിലാക്കുകയും അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് അവർ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ച ഏറ്റവും ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ്. വലിയ ആക്ടിവിറ്റി ആണെന്നൊന്നും ഞാൻ സ്ഥാപിക്കുന്നില്ല. ഏറ്റവും ഒരു ചെറിയ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി, നമ്മൾ കുറച്ച് കുട്ടികളെയൊക്കെ വെച്ച് തുടങ്ങിയ ഒരു ആക്ടിവിറ്റി ഇന്ന് വലിയൊരു സക്സസ്സിലേക്ക് മാറിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊരു പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിൻ്റെ, അതിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റി. നെക്സ്റ്റ്, ആ ഒരു ചിത്രം നിങ്ങൾ കണ്ട ജനപദത്തിൻ്റെ കവർ പേജിൽ വന്നിരിക്കുന്ന ലേഡി ആദ്യം ഇതിലേക്ക് പഠിക്കാൻ വരാൻ പിൻവലിഞ്ഞ് നിന്ന ആളാണ്. ഇന്നിപ്പോൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നാടൻ പാട്ട് അപ്ലോഡ് ചെയ്യണം, ഫേമസ് ആണ്. അങ്ങനെ ജനപദത്തിൽ ഇന്ന് സ്റ്റാർ ആയിരിക്കുകയാണ്. സുരാജ് വെഞ്ഞാറമൂടിൽ നിന്ന് തുടങ്ങി ഇന്ന് സരസുവിലെത്തി നിൽക്കുകയാണ്. സരസുവാണ് ഇന്ന് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഡിജി കേരളത്തിൻ്റെയും ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, ഇന്ന് കേരളം ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് പോവുകയാണ്. സോ ഞാനിവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ അങ്ങോട്ടേക്കൊരു റിക്വസ്റ്റ് പറയുവാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം 2000 to 4000 കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടെ എല്ലാം കരിയർ ഗ്രോത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. അതെല്ലാം ആരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പം നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കുക. നമുക്കൊരു വേറൊരു ഓൾഡ് ജനറേഷൻ ഉണ്ട്. അവരെ കൈവിടെ പിടിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങും. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം. സോ നിങ്ങൾ ഡിജി കേരളത്തിൻ്റെ ഭാഗമായിട്ട് മാറില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു വോളണ്ടിയർ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യില്ലേ? ഡിജി കേരളം സൗണ്ടൊക്കെ പോരാ. ഓക്കെ, അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു സെപ്റ്റംബർ 25-ന് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. വലിയൊരു രജിസ്ട്രേഷൻ അതിലേക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളേവരെയും ആ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് ക്ഷണിക്കുക.
പിന്നീട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായിരിക്കും, ഇപ്പോൾ തദ്ദേശ വികസന വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു ഗ്രാമത്തിന്റെ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് ഒരു ഗ്രാമത്തെ നയിച്ചതെന്ന സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. എനിക്ക് അറിയാം, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ നയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്, സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്കാണ് നമ്മൾ ഇന്ന് സജിനെ കൂട്ടിക്കൊണ്ടുപോയത്. സജിനെ ആദരിക്കുവാനായി ഞങ്ങളുടെ ICT അക്കാദമിയുടെ CEO സന്തോഷ് സാറിനെ ക്ഷണിക്കുന്നു. സോറി, എനിക്കൊരു മിനിറ്റ് ഒന്ന് സംസാരിച്ച കൊള്ളാറുണ്ടായിരുന്നു. താങ്കളിപ്പം ഈ ഡിജി യാത്രയിലോട്ട് രജിസ്ട്രേഷൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സഹകരണങ്ങൾ കുട്ടികളിൽ നിന്നുണ്ടാവുമോ എന്ന് ചോദിക്കുകയുണ്ടായി. ഈ വേദിയിൽ ഞങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് ICT അക്കാദമി